കാണുന്നതാണ് എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്. മുതലാളി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുതിരക്കമ്പം പിടിച്ച വേറൊരാളില്ല. സത്യം പറയാലോ, ഞാനിവിടെ മുതലാളിയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു CA കാരനാണ്. പക്ഷെ CA കാരനെ എന്റെ ജോലി എന്താണെന്നറിയാമോ? ഈ കുതിര വന്നതിന് ശേഷം കൂട്ടക്കുടിയാണ് മുതലാളി തുടങ്ങിയിരിക്കുന്നത്. ഈ മുതലാളിക്ക് ബിവറേജിൽ പോയി കുപ്പി എടുത്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ ഈ CA കാരന്റെ ജോലി. സത്യം പറഞ്ഞ കമ്പ്യൂട്ടർ കൈകൊണ്ട് വിട്ടിട്ട് എത്ര നാളെന്നറിയാമോ? ആ മൗസ് ഇട്ട് തിരിക്കട്ടെ, ഞാനിപ്പോ മീതലിട്ട് തിരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മുതലാളി ഈ കുതിരക്കമ്പം എല്ലാം കയറി ഇവിടെ കുതിരയെ നേരത്തെ ഒരാൾ നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. കുതിരയെ ഓടിക്കാൻ നിന്ന ആ ആള് മുതലാളിയുടെ ഭാര്യയെ കൊണ്ടൊക്കെ പോയി. എന്നിട്ടും മുതലാളിയുടെ കുതിരക്കമ്പം തീർന്നിട്ടില്ല. എന്തോ ഭ്രാന്താണ് ദൈവമേ, എന്തോ ഭ്രാന്ത്. നമസ്കാരം മുതലാളി. എന്തുണ്ട് മാറ്റർ പറഞ്ഞ് ഞെട്ടിച്ചാ? മുതലാളി, ഞാനൊരു CA കാരനാണ് മുതലാളി. അത് മുതലാളി ഒന്നും മനസ്സിലാക്കണം. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് സാർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുന്നേറ്റിരിക്കുന്നത് ഞാനായിരുന്നു. അറിഞ്ഞോടെന്ന് പറയാനായിരിക്കും അല്ലേ? അതോ മൂടോ? അല്ല, പിന്നെ എന്റെ മുതലാളി ഞാൻ അത്രയും പഠിച്ച ഒരാളല്ലേ മുതലാളി. അപ്പൊ എന്നെ കൊണ്ട് ഈ ബിവറേജിലൊക്കെ പോവാന്ന് പറഞ്ഞത് എന്തൊരു കഷ്ടമുള്ള കാര്യമാണെന്ന്. ജോണിക്കിപ്പോ എന്താണെന്ന് പറയുന്നത്? എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണല്ലോ ഈ കുതിരയോട്ട മത്സരം നടക്കുന്നത്. അന്ന് എനിക്ക് ലീവ് വേണം. എവിടെ പോകുന്നു? എന്റെ അനിയത്തിയുടെ കല്യാണം. കഴിഞ്ഞ അല്ലായിരുന്നോ ജോണിയുടെ അനിയത്തിയുടെ കല്യാണം? അതെന്റെ അച്ഛന്റെ ആദ്യത്തെ കെട്ടിലുള്ളത്. ഇത് രണ്ടാമത്തെ കെട്ടിലുള്ള. അച്ഛൻ എത്ര കെട്ടിട്ടുണ്ട്? 6. അച്ഛൻ എന്തോ ജോലി? അച്ഛൻ ഈ റംബൂട്ടാന് വലയിടുന്ന പരിപാടിയാണ്. ഇത് റംബൂട്ടാൻ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വളർന്ന് വന്നിച്ച് കിടക്കുവാണല്ലോ. ഈ വലയിട്ട് ക്ഷീണിച്ച് ഒരുപാട് സ്ഥലത്ത് കറങ്ങുന്നതല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ജോണി? അച്ഛനെ വലയിട്ട് പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തണം. അല്ല, അത് സംഭവം ശരിയാണ് മുതലാളി. സംഭവം എന്ന് പറഞ്ഞാലേ എന്റെ കയ്യിലൊന്നുമില്ല മുതലാളി. കയ്യിലൊന്നും ഇല്ലെങ്കിലും തലയിൽ ഇഷ്ടം പോലെ പേനുണ്ടോ തോന്നുന്നു. അതല്ല മുതലാളി, പതപ്പിച്ചടിച്ച് കുളിക്കണം കേട്ടോ, മാറും. അതല്ല മുതലാളി, എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണം മുതലാളി. പൈസ എനിക്ക് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ? ജോണി എന്തായിരുന്നില്ല സംസാരിക്കുന്നത്? ഭാഗ്യക്കുറിയുടെ വണ്ടി പോകുമ്പോഴാണ് ഞാൻ ഈ 1 ലക്ഷം ലക്ഷക്കണക്കിലേക്ക് സൗണ്ട് കേൾക്കുന്നത്. അല്ലാതെ 200 ലക്ഷം കണ്ടിട്ടില്ല. എന്തിനാ അതെന്റെ അടുത്ത് നോക്കേണ്ട കാര്യം? 1 ലക്ഷം രൂപ തരത്തില്ല. ഇല്ല ഇല്ല ജോണി. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്താ? എന്റെ ഭാര്യയുടെ അനിയത്തി മുതലാളി തിരക്കി. എന്നെ തിരക്കി? എന്താ വിശേഷം? അതായത് മുതലാളി നല്ല മനസ്സുള്ള ഒരാളാണ്. പിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ കരുണാമയനും കാരുണ്യവർദ്ധനുമായ മുതലാളിയെ ഒന്ന് കാണണം. ഒരു ദിവസം കൂടിയിരുന്ന അങ്ങനെ നാളെ തന്നെ കണ്ടേക്കാം. നാളെ പറ്റത്തില്ല. നാളെ വെള്ളിയാഴ്ച പറ്റത്തില്ല. എന്നാ മറ്റന്നാ ശനിയാഴ്ച കുഴപ്പമില്ല. പക്ഷേ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്. എന്തിനാ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്? അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു പ്ലീറ്റ എന്ന് പറഞ്ഞൊരു എന്റർപ്രൈസസ് ഉണ്ട്, കടയുണ്ട്. അവിടെ നിന്ന് ഒരു 14 TV അടിച്ചോണ്ട് വീട്ടിൽ പോകണം. എന്നിട്ട് കൊച്ചു TV വെച്ച് കൊടുക്കണം കൊച്ചിന്. എന്നെ കാണാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു എന്നെ കാണേണ്ട കാര്യം എന്തോ? അതിന്റെ ആവശ്യം എന്തോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മുതലാളിക്ക് ഞാൻ പറഞ്ഞാണ് കുറ്റം. മുതലാളിയുടെ പേരെന്തുവാ? എന്റെ പേര് സാംസൺ തരകൻ. ഇവിടെ പറയുന്നത് എന്തോന്നറിയാമോ? മുതലാളി കുതിരക്കണ്ണാപ്പിയാണെന്നാണ്. കുതിരക്കണ്ണാപ്പി? അവനെ എന്റെ കൈ കിട്ടിയ പ്ലിക്കോന്ന് പിടിച്ച് തിരിച്ചിട്ട് പ്ലക്കോന്ന് ഇടിക്കും ഞാൻ. അതെങ്ങനെയാണ് മുതലാളി ഒരാൾ പ്ലിക്കോന്ന് തിരിച്ച് പ്ലക്കോന്ന് ഇടിക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പ്ലക്കോന്ന് പിടിച്ച് തിരിച്ചിട്ട് പ്ലിക്കോന്ന് ഇടിക്കാം. മുതലാളി പ്ലക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ എന്തോ ചെയ്യാനാണ്? ആരാ പറഞ്ഞ എന്നെ കുതിരക്കണ്ണാപ്പി? ആരാ വിളിച്ച? മുതലാളി ഒളിച്ചോടിപ്പോയ ഭാര്യ. ചിലപ്പോഴൊക്കെ കണ്ണാടിയിൽ നോക്കുമ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാനൊരു കുതിരക്കണ്ണാപ്പിയാണെന്ന്. അങ്ങനെ തന്നെ പറയണം മുതലാളി. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് ആ കുതിര അവിടെ വെറുതെ നിൽക്കുക. ആ കുതിരയെ എനിക്ക് തന്നുവിടുവാണെന്നുണ്ടെങ്കിൽ ആ കുതിരയും കൊണ്ട് ഞാൻ ബീച്ചിൽ പോയി കറങ്ങും. നിൽക്കുന്നതേ കുതിരപ്പന്തയത്തെ മത്സരിക്കേണ്ട കുതിരയാണ്, അല്ലാതെ ഇവിടുത്തെ വേലക്കാരി സാപത്തിരില്ല നിനക്ക് ബീച്ചിൽ കൊണ്ടുപോയി കറങ്ങാൻ. പിന്നെ ഈ കുതിര വെറുതെ നിൽക്കുമല്ലോ. ഇതിനെ കൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുന്നിടത്ത് ആൾക്കാരെ മുതുകത്തേറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5000 രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. 5000 രൂപ? അങ്ങനല്ല, കോടികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കേണ്ട കുതിരയാണ് അതിനെ കൊണ്ട് ബീച്ചിൽ കറങ്ങാൻ പോകുന്നത്. പറയട്ടെ, ഈ കുതിര ഓടിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടോ? ആളെ കിട്ടിയിട്ടില്ലല്ലോ. ആളെ നീയല്ലേ കൊണ്ടുവരാന്ന് പറഞ്ഞ ആളെ കൊണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. മുതലാളിക്ക് വിഷമാവില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കുതിര ഓടിക്കാം. എന്റെ മനസ്സിലൊരു കുതിരക്കാരെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനടുത്ത് ഇറക്കി വിഴിഞ്ഞ കുതിരക്കാരൻ്റെ അടുത്ത് വയറ്റിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മോനാണ്, ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് കുതിരക്കാരനുണ്ടെന്നാ പറഞ്ഞു. എനിക്ക് കുതിര ഓടിക്കണം. അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ എന്തുണ്ട്? എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട്. വൈകുന്നേരം ഒരു ചാത്തന്റെ സാധനം എടുത്തേ കേട്ടോ. എന്തിനാ? ഈ സൈക്കിൾ ബാലൻസ് ക്ലിയർ ചെയ്ത് വിടാനാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ ആളെ വേണമെന്നല്ലേ പറഞ്ഞു? അതെ, ഒരാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ്? പക്ഷെ വേറൊരു കാര്യം, ആളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ തെറി വിളിക്കാനായിട്ട് നിൽക്കരുത്. ആരാണെന്ന് പറയൂ. വേറെ ആരുമല്ല. ആരാ? ബ്രിട്ടോ. ബ്രിട്ടോയാ? കുതിര പണിക്കാരനായിട്ട് ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യയെ കൊണ്ട് ഒളിച്ചോടി അവനാ ഇവിടെ വീണ്ടും വരുന്നത്. വിട്ടോളം ജോണി ഇവിടുന്ന്. മുതലാളി അങ്ങനെ പറയുന്നത്. ഞാൻ ഇവിടെ തപ്പാനായിട്ടൊരു സ്ഥലമില്ല. ഞായറാഴ്ച മത്സരമാണ്.
1 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് കിട്ടാൻ പോണത്. എന്നാലും അവനെയൊക്കെ പിടിച്ച് വീണ്ടും കൊണ്ടുവരികയെന്ന് പറഞ്ഞാ മുതലാളി, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ? നമ്മുടെ കുതിര എന്ന് പറഞ്ഞാൽ ആർക്കും മെരുങ്ങാത്ത കുതിരയാണ്. ഈ ബ്രിട്ടോ വന്നാൽ മാത്രമേ ആ കുതിര മെരുങ്ങൂ. അത് മുതലാളി മനസ്സിലാക്കണം. എന്നാ ഓക്കെ, ബ്രിട്ടോ വന്നാ ബാക്കി കാര്യങ്ങളെല്ലാം നീ ചെയ്തേക്കണം. അയ്യോ, നോക്കിക്കോ. എന്നെ വിളിക്കരുത് ഒരു കാര്യത്തിന്. മുതലാളി അവരെ അത്രയ്ക്ക് ഇഷ്ടമല്ല. പേടിക്കണ്ടെന്ന് ഞാൻ ഏറ്റവും മുതലാളി, ഞാൻ നോക്കിക്കോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു? കുതിരക്കാരനല്ലേ, ഡ്രസ്സിൽ മനസ്സിലായില്ലെങ്കിൽ ഡയലോഗിൽ മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. അത് എനിക്ക് ഈ സോ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ചൊറിയുന്ന വർത്താനം എന്നെ പറയുന്ന കാര്യം തരും. ഞാൻ എന്തൊരു തെറ്റിയത് എന്തോന്നാ? നിങ്ങളുടെ കയ്യിൽ 2 തേങ്ങയുണ്ട്. അതിൽ നിന്ന് ഒരു തേങ്ങ ഞാൻ എടുത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചമ്മന്തി ഇരയ്ക്ക് ഒരു തേങ്ങ എടുത്തോണ്ട് പോകണമെങ്കിൽ പോട്ടെ. എനിക്ക് എന്റെ കയ്യിൽ ഒരു തേങ്ങ ഇരിപ്പുണ്ടല്ലോ, എനിക്ക് ചമ്മന്തി ഇരയ്ക്കാൻ. എന്തോ കഷ്ടമാന്ന് പറ മുതലാളി. ഞാൻ പറഞ്ഞ അവന് മനസ്സിലായില്ല. എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിലൊരു ആപ്പിൾ മുതലാളി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ജോണി, നിനക്ക് മേജിക് അറിയാവോ? അവിടെ പറഞ്ഞിട്ട് കേറാത്ത തേങ്ങ ആപ്പിളാക്കി എന്റെ കൊടുക്കുന്ന ഞാൻ എന്ത് ചെയ്യാൻ ജോണി? ഞാൻ അങ്ങനെ എന്തിനാണ് അത് എന്റെ കൊടുത്തേണ്ട കാര്യം? അതെ ജോണി സാറേ, ഒരു കാര്യം ചോദിച്ചു, ഈ ട്രോഫി എന്തിനു കിട്ടിയത്? കേട്ടോ, ഓ ഇവിടെ പണിക്ക് നിന്നിട്ട് ഈ ബംഗ്ലാവിനകത്തോട്ട് ഇതുവരെ കേറിട്ടില്ല, പുറംപടിയായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇത് 2018 മുതലാളിയുടെ കുതിര ഓടി നേടിയതാണ്. ജോണി, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2017 സോറി മുതലാളി. അതാ ഇപ്പുറത്തിരിക്കുന്ന ട്രോഫി എന്തിനു കിട്ടിയതാ? അപ്പുറത്തിരിക്കുന്ന ട്രോഫി 2019 മുതലാളിയുടെ കുതിര ഓടി നേടിയതാണ്. ജോണി, അതിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2018. സോറി മുതലാളി, സോറി, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഈ വലിയ ട്രോഫി എന്തിനു കിട്ടിയതാ? വലിയ ട്രോഫി 2024 മുതലാളിയുടെ കുതിര ഓടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ മുതലാളി കമ്മറ്റിക്കാരുടെ കാല് പിടിച്ചു. എന്നിട്ട് കൊടുക്കാഞ്ഞിട്ട് ഈ കഴിപ്പണം കെട്ട മുതലാളി അവിടുന്ന് എടുത്തോണ്ട് ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെച്ച ട്രോഫിയാണ് ഇത്. അല്ല, ഞാൻ അങ്ങനെ പെട്ടെന്ന് മോശമായി പോയിട്ടാ. ഈ ട്രോഫിയൊക്കെ മോട്ടിച്ചോണ്ട് മുതലാളിയില്ലേ? എന്ത് മോശം? ഇയാൾക്ക് നാണക്കല്ല ആൾക്കാർ മോട്ടിച്ചെടുത്തോ പോയാ? എടാ, ഞാനൊരു ട്രോഫി അല്ലേ എടുത്തോണ്ട് പോയത്. അല്ലാതെ എന്റെ വീട്ടിൽ കുതിര പഠിക്കാനായിട്ട് വന്നിട്ട് എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഓടിയല്ലോ ഞാൻ. പണ്ട് ഞാൻ ഇവിടെ ജോലിക്ക് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ശമ്പളം എത്രയെന്ന് അറിയാം? 250 രൂപയും ഒരു പൊരിച്ച മീനും 2 വെളുത്തുള്ളി. വെളുത്തുള്ളി? അനാവശ്യ കാര്യം പറയല്ലേ. സവാള അനാവശ്യമല്ല. വെളുത്തുള്ളി വെച്ച് കൊടുക്കണ്ടേ? സവാളായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചിട്ട് ഈ മുതലാളിയുടെ ഭാര്യയെ വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ എങ്ങനെ നോക്കുന്നത്? അതിന്റെ കാര്യം വല്ലതും അറിയാവോ? ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. വിളിച്ചോണ്ടോക്കി ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് ഉണ്ണാൻ കൊടുക്കാൻ എന്റെ തറവാട്ടി ഉണ്ട്. നിനക്ക് എന്തോ ഉണ്ണാവുണ്ടെന്നാണ്. കേക്കണം ജോണി, എന്റെ അച്ഛൻ സുചീന്ദ്രൻ ഇപ്പോഴും ഉണ്ടാണ്. ഇപ്പോഴും ഉണ്ട്. അയാൾ എന്താ പരിപാടി എന്നറിയാവോ? ചോറില് മൂക്കുപൊടി ഇട്ട് ഇങ്ങനെ ഇളക്കി വെച്ചു കൊടുക്കും. കാക്ക വന്ന് ഇത് എടുത്ത് തിന്നിട്ട് ഏതെങ്കിലും ചില്ലയെ പോയിരുന്നിട്ട് ഇത് തുമ്മി കറങ്ങി തഴയെ വീഴും. എന്നിട്ട് അതിനെ പിടിച്ചോണ്ടൊന്ന് ചുട്ട് തിന്നുന്നതാണ് എന്റെ അച്ഛൻ. അവൻ ഭയങ്കര ഉണ്ണാനുണ്ടത്. എവിടെയാ ഉണ്ണാനുള്ളത്? കാക്കത്തൂരാണ് ഇപ്പോഴും തൂവലൊന്നുമില്ല. പിന്നെ നിങ്ങളെ ഒപ്പം ഭയങ്കര ക്യാമനായിരുന്നു. എന്താ പറഞ്ഞ? കിഴങ്ങ് മോടിച്ചോടിക്കാണ്. എന്റെ മുതലാളിയുടെ പപ്പയെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ മുതലാളിയുടെ പപ്പയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. നോ, മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. അവൻ മുതലാളിയുടെ പപ്പയെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞു. ആരാണെങ്കിലും പപ്പ ആരാണ് അറിയത്തില്ല. അറിയത്തില്ല. മുതലാളിയുടെ പപ്പ ആരാണെന്ന് അറിയത്തില്ല. പഞ്ചായത്ത് ഓഫീസർ ആയിരുന്നു മുതലാളിയുടെ പപ്പ. പഞ്ചായത്ത് ഓഫീസറോ ജോണി? വില്ലേജ് ഓഫീസർ ആയിരുന്നു മുതലാളിയുടെ പപ്പ. വില്ലേജ് ഓഫീസറോ ജോണി? തഹസിൽദാറായിരുന്നു മുതലാളിയുടെ. തഹസിൽദാറോ ജോണി? കളക്ടറായിരുന്നു മുതലാളിയുടെ പപ്പ. കളക്ടറോ ജോണി? ഇപ്പൊ തന്നെ 5 പപ്പ എനിക്കായി. ജോണി ആരാന്ന് പറ. മുതലാളിയുടെ പപ്പയുടെ പണി എന്ന് വരുന്നത് എന്റെ പപ്പ കുതിര പോലീസ്. കുതിര പോലീസ്. ഈ മുതലാളിയുടെ പപ്പ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് നടന്നവനാണ് ഞാൻ. മനസ്സിലായോ ജോണെ? ഞാനത് പറയും മുതലാളി, ഞാനത് പറയും. റിട്ടയർ ചെയ്യുന്ന സമയത്ത് 15 വർഷം സ്വന്തം മോനെ പോലെ നോക്കിയ കുതിരയുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് റിട്ടയർ ചെയ്യണമെന്നൊരു ആഗ്രഹം. അങ്ങനെ നേരെ അനുഗ്രഹം മേടിക്കാൻ പിറകാലിനെ അങ്ങോട്ട് ചെന്നു. ഒരൊറ്റ തൊഴി മുഖത്തിട്ട് വീട്ടിലെ പഗ് വെട്ടി പിടങ്ങിപ്പോയി. അതൊക്കെ ശരിയാവും. മുതലാളിയുടെ പപ്പയെ കുതിര ചവിട്ടിയത് പിന്നെ പഗ് വെട്ടി പണിക്കുമ്പോൾ കാര്യം തരേ. അത് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ പഗ് വെട്ടിക്കും മുതലാളിയുടെ പപ്പയ്ക്ക് ഒരേ ഫേസ്. പപ്പ ഈ ഈഗോ അടിച്ച് നേരെ പിടങ്ങി അങ്ങ് പോയി. ഇവിടുന്ന് ജോണി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല മുതലാളി. പോകുന്നെങ്കിൽ ഇത്രയും നാൾ തിന്നില്ലേ ആ ഉപ്പും ചോറും കക്കി വെച്ചിട്ടേ പോകും. അവിടെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന്റെ പുറത്ത് വെറുതെ പറഞ്ഞു പോയതാണ് മുതലാളി. എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറ. ഞാൻ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഈ കുതിര പന്തലത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ എനിക്ക് 7 ലക്ഷം രൂപ തരണം. 7 ലക്ഷം രൂപ. 7 lakh. 7 lakh. എങ്ങനെ? 7 lakh. അടുക്കള വശത്ത് സർലാക്കിന്റെ കുപ്പി പറക്കി വിറ്റ നിനക്ക് 7 lakhോ? ഞാനോ?
ഞാൻ പോണ്. പോവോ? 7 ലാക്ക് എനിക്ക് വേണം. മുതലാളി അവൻ പോവാന്നാണ് പറയണത്. ഈ പറഞ്ഞ ഞായറാഴ്ച മത്സരം നടക്കുവാണ്. അവൻ പോയി കഴിഞ്ഞ കാര്യം നടക്കത്തില്ല. ഒരു 5 ലക്ഷം രൂപയിൽ കൊടുക്കും. ഓക്കെ, carry on, 3 lakh. 3 ലക്ഷം രൂപ തരാന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ തരും. ഇങ്ങോട്ട് വാ. 3 ലക്ഷം രൂപ തരും. അത് ഉറപ്പിക്കണം. ഇതിനകത്ത് മത്സരിച്ചേ പറ്റുന്നു. 3 ലക്ഷം രൂപ ഉറപ്പിക്കാം. പക്ഷെ എനിക്ക് കുറെ കണ്ടീഷൻ ഉണ്ട്. എന്തുവാ? ഈ കുതിര എന്നെ തൊഴിക്കരുത്. കുതിര തൊഴിക്കരുതെന്ന്. കുതിര തൊഴിക്കരുതെങ്കിൽ ഇവൻ കുതിരയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് വർത്താനം പറയരുത്. ഇവന്റെ വർത്താനം കേട്ടാ തൊഴിക്കാത്ത കുതിര വരെ തൊഴിക്കുമെന്ന് എനിക്കറിയാം. ഇവന്റെ അങ്ങനെ തപ്പരി തുപ്പരി പിപ്പിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുതലാളി. എനിക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കണ്ടീഷൻ, എനിക്ക് പോവാനും വരാനും ഒരു വണ്ടി വേണം. സെക്കൻഡ് ഹാൻഡ് മതിയാവുമല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? സെക്കൻഡ് ഹാൻഡോടാണല്ലോ പുള്ളിക്ക് ഇപ്പൊ താല്പര്യം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്തുവാ? മസ്കറ്റ് ഹോട്ടലിൽ എനിക്ക് താമസം വേണം. കാലത്തിന്റെ പെടഞ്ഞുള്ള ഒരു പോക്കേ. ബിസ്ക്കറ്റ് മേടിക്കാൻ കാശില്ലാത്തവനാ മസ്കറ്റ് ഹോട്ടലിലെ താമസിക്കും. നടക്കട്ടെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പുള്ളിക്കാരൻ വരുന്നത് CCTV കാര്യം വെച്ചാൽ മതിയല്ലോ. CCTV ക്യാമറ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. അതെ, CCTV ക്യാമറ വെക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോ. എന്താ? ഇവൻ ആദ്യം ഇവിടെ ജോലിക്ക് നിന്ന സമയത്ത് ഈ CCTV ക്യാമറ വെച്ചിരുന്നെങ്കിൽ ഭാര്യ ഇപ്പോഴും ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ ഫുള്ള് വെച്ചേക്കുമല്ലായിരുന്നോ? ആ CCTV ക്യാമറയിൽ കുതിര ചാണകം വലിച്ചെറിഞ്ഞിട്ടല്ലേ എന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് ഓടിയത്. എന്തോ പരിപാടിയാണ് ആണെന്ന് അങ്ങനത്തെ ബുദ്ധിമാനാവൻ. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ എങ്ങനെ മത്സരത്തിലോട്ട് കടക്കണം? പറഞ്ഞാൽ അതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്ത് വേണം? എനിക്ക് 7 ലക്ഷം രൂപ വേണം. 7 ലക്ഷം രൂപ? സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1 കോടി രൂപയുടെ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ മത്സരത്തിൽ മുതലാളിയുടെ കുതിര ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത്. 1 കോടി രൂപയാണ്? 1 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ 7 ലക്ഷം രൂപ പോരാ. പിന്നെ ഈ 1 കോടി രൂപ കിട്ടുകയാണെങ്കിൽ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് പറ. അവൻ ചോദിച്ച കേട്ടില്ലേ മുതലാളി? ഒക്കോളം പറ. വേണ്ട മുതലാളി, ഞാനൊരു CA കാരനാ. എനിക്കറിയാം. നീ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 60 കണ്ടവും 400 വണ്ടിക്കാളെ തരും. ടൈ കെട്ട സുകുമാരി, എന്തോ ഈ കുട്ടനാട് ഭാഗത്തൂടെ പോയിട്ടുണ്ടോ ബസ്സിൽ? ഇല്ല, പോയിട്ടില്ല. അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ 60 പറം കണ്ടം. അല്ല, ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കൊടുക്കാന്ന് പറഞ്ഞു? 400 വണ്ടിക്കാള്. 400 വണ്ടിക്കാള്? എവിടെ നിന്നാ ഇന്നത്തെ കാലത്ത് 400 വണ്ടിക്കാള്? ആര് കൊടുക്കും? ഞാൻ പായി തോന്നാ വിളിച്ച് പറയരുത്. കൊടുക്കാൻ പറ്റുന്ന കാര്യം മാത്രം. മുതലാളിക്ക് ഭയങ്കര ആഗ്രഹം. ഊട്ടി പോയി പായസം കുടിക്കണോ, എന്തോ ചെയ്യണം, തണുപ്പത്ത് പറ്റുമോ, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ പറയുന്ന സാരികളൊക്കെ സെറ്റാക്കി തരാം. പക്ഷെ വേറൊരു കാര്യം, ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമുണ്ട്, ഡിക്രൂസ്. ഈ ഡിക്രൂസിന്റെ കുതിര മണിക്കൂറിൽ 110 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അതുപോലെ തന്നെ ഫെർണാണ്ടക്കിന്റെ കുതിര മണിക്കൂറിൽ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അതുകൊണ്ട് മുതലാളിയുടെ കുതിര മണിക്കൂറിൽ 140 കിലോമീറ്റർ സ്പീഡിൽ ഓടണം. ഞാൻ ചോദിക്കട്ടെ, അന്റാർട്ടിക്ക മിസൈൽ ഇട്ടെന്നും പറഞ്ഞ് ഇവിടുത്തെ അന്ത്യാപീസിട്ട് പറഞ്ഞിട്ട് വരക്കേണ്ട കാര്യം എന്തേലും? ഇവിടുത്തെ ഓഫീസിട്ട് പറഞ്ഞിട്ട് വരക്കേണ്ട കാര്യം എന്തേലും? അങ്ങനെ നോടും. ഇത് പാണ്ടിക്കുതിരയാണ്. പാണ്ടിക്കുതിര. ഏത്? എന്റെ കുതിര പാണ്ടിക്കുതിര? പാണ്ടിക്കുതിര. നിങ്ങൾ എന്താർത്ഥത്തിലാണ് പറഞ്ഞത്? പാണ്ടിക്കുതിരയാണോ അത്? പിന്നെ ഞാൻ പറയും 100% ഞാൻ പറയും പച്ച മലയാളി കുതിരയാണെന്ന്. അതങ്ങനെ വാലിൽ നുള്ളിയാ പോലും വാ പൊളിക്കാത്ത കുതിരയാണ്. തനി മടിയൻ കുതിര, മലയാളി കുതിര. എനിക്കറിയാന്ന്. ഞാൻ എത്ര നുള്ളിട്ടുണ്ടെന്ന് അറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതലാളിയുടെ കുതിര എന്താ ഈ പറഞ്ഞ് 140 കിലോമീറ്റർ സ്പീഡിൽ ഓടിപ്പിക്കണം. 140 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഓടിപ്പിക്കാം. പക്ഷെ അത് ഓടിപ്പിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഒരു രസായനമുണ്ട്. രസായനം അത് കൊടുത്തു കഴിഞ്ഞാൽ 160 പരം സ്പീഡിൽ ഓടും. എത്ര രൂപ? 1 ലക്ഷം രൂപ. ഒന്നല്ല 1.5 ലക്ഷം രൂപ തന്നിട്ടായാലും ആ രസായനം മേടിക്കും മുതലാളി. നമുക്ക് എനിക്ക് രസായനം വേണ്ട. എന്റെ മുതലാളി, അവന്റെ കയ്യിരിക്കുന്ന രസായനം നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിയുവാണെങ്കിൽ 160 കിലോമീറ്റർ. എനിക്ക് രസായനം വേണ്ടെന്ന്. അതെന്താ ഇത്ര വേണ്ടത്? രസായനം വേണ്ടാത്ത ആ രസായനം പാല് കലക്കി തന്നിട്ടാണ് എന്റെ പെണ്ണും പിള്ളേരെ എടുത്തോണ്ട് ഇവിടുന്ന് ഓടിയത്. പിന്നെ ഞാനത് എങ്ങനെ മേടിച്ചു കുടിക്കും?